ഫയർമാൻ ആൻഡ് ഫയർ വുമൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. 1. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ബി. രാജ കേശവദാസൻ. 2. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഡി. റാം മോഹൻ റായ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം ഡി. സൺ യാത് സെൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ആര്? 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ആര്? ഡൽഹൌസി പ്രഭു. നാറ്റോ സൈനിക സംഘത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? നാറ്റോ സൈനിക സംഘത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം സ്വീഡൻ. മൗസിൻറാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരം കാസി കുന്നുകളുടെ സാന്നിധ്യം. ഇന്ത്യയിൽ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങൾ ശരി ഏത് എന്നതാണ്. ഉത്തരം ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. 1. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. 2. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 3. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. 4. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. തന്നിരിക്കുന്നവയിൽ നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ഉത്തരം ഡി ആണ്. 2, 4 ആണ് ശരിയായത്. 2. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ടനിരക്ക്. 4. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്ര ജലപ്രവാഹം. താഴെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഉത്തരം ഡി. നൈട്രജൻ. ചെനബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങൾ ശരിയായത് ഏത്? ഉത്തരം ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. നോക്കാം. 1. റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 2. 389 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. 3. ഭാരമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം സി. എം. വിശ്വേശ്വരയ്യ. പ്രതിശീർഷ വരുമാനം എന്നത്? ഉത്തരം എ. ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ്? ഉത്തരം ഡി. സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഉത്തരം എ. 9ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ ശരിയേത്? വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണിമാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായം. ഉത്തരം ഡി. എല്ലാം ശരിയാണ്. യോഗക്ഷേമ വ്യാമോഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ അപര്യാപ്ത വാക്യമാണ്? LIC. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A അത് 51 പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെയെന്ന് ചോദിച്ചത്? ഉത്തരം ബി ആണ്. 1, 2, 3, 4 ആണ് പെടാത്തവ. 1. തൊഴിൽ കരം അടയ്ക്കുക. 2. അനാഥരായ കുട്ടികളെ സഹായിക്കുക. 3. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക. 4. വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. 20. ചേരുംപടി ചേർക്കുക. ഉത്തരം ഡി ആണ്. ഭരണഘടനയുടെ 27ാം വകുപ്പ്? 1. സി ആണ്. മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. 2.
2D ആണ് ഭരണഘടനയുടെ 18ാം വകുപ്പ്. സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. 3A ആണ് ഭരണഘടനയുടെ 13ാം വകുപ്പ്. കോടതിയുടെ പുനരവലോകനാധികാരം. 4 ഭരണഘടനയുടെ 226ാം വകുപ്പ്. B ആണ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം A 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം C ആണ്. A, B, C, D ശരിയാണ്. A 86ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തും. B പ്രാഥമിക വിദ്യാഭ്യാസം എന്ന ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി. C 6-നും 14-നും ഇടയിലുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. D നിർദ്ദേശക തത്വങ്ങളിലെ 45ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. 23ാമത്തെ ചേരുംപടി ചേർക്കുക എന്നതാണ്. 1 ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280. ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148. അറ്റോർണി ജനറൽ വകുപ്പ് 76. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഉത്തരം D ആണ്. 3 അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. 25 പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ പെടാത്തവ ഏത് അല്ലെങ്കിൽ ഏവ? മൂന്നാമത്തതാണ്. ഉത്തരം B ആണ്. 3 മന്ത്രിസഭയ്ക്ക് നിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. 26 ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം C ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്നു വിറ്റാൽ നടപടി എടുക്കുന്നത്. 27 കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഉത്തരം A ആണ്. 1, 2, 3, 4 ആണ്. 1 മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. 2 ആവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. 3 നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. 4 ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീൽ പറ്റില്ല. 28 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടല്ലാത്ത വ്യക്തി ആര്? ഉത്തരം C ഡോക്ടർ സിറിയക് തോമസ്. 29 ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നതിൽ ആരെ തെരഞ്ഞെടുക്കുവാൻ ആണ്? ഉത്തരം C സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ MLA. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം B ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 1 രൂപീകരിച്ചത് 1964 ഡിസംബർ 3-നാണ്. 31 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ നയത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തവ ഏത് അല്ലെങ്കിൽ ഏവ? ഉത്തരം D വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. 4 ആണ് പെടാത്തവ. മസ്തിഷ്കത്തിലൊരു പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം പാർക്കിൻസൺസ്. 33 ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എറിത്രോപോയിറ്റർ. 34 ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? GLUT4. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? അഗ്ലൂട്ടിനേഷൻ. ഉത്തരം B ആണ്. ഓപ്പറേഷൻ അമൃത് പദ്ധതിയുമായി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? കൊല്ലം ആശ്രമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശത്തിന്റെ തരംഗം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ള ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. കിലോവാട്ട് ഓവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? ഊർജം. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര് സ്പാർട്ടക്സ് മിഷൻ. റുദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിന്റെ തെറ്റായ നിരീക്ഷണം ഏത്? ഉത്തരം B ആണ്. സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു.
അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം ഏതാണ്? ബൈനീലിയം. താഴെ തന്നിരിക്കുന്നതിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തവ മഗ്നീഷ്യം. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 1. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശം ഉണ്ട്. 2. തിരുവല്ല മേച്ചേരി ഇല്ലത്തുനിന്ന് ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആര്? ഗായത്രി സ്പിവാക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടത്. ഉത്തരം ബി ആണ്. പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായി കണ്ടെത്തുക. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇനി അടുത്ത മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം പറഞ്ഞു പോകാം. 51C, 52A, 53C, 54B, 55C, 56B, 57A, 58D, 59D, 60A, 61. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി ഏത്? ഉത്തരം എ. പാസ്. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഈഥേൽ മെർകാപ്റ്റൻ. ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ക്ലാസ് D ഫയർ. താഴെ പറയുന്നതിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്വാംതറിങ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ള ഏതിനാണ്? ഉത്തരം സി. അസറ്റലിൻ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ബോയിൽസ് നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ വിളിക്കുന്ന പേരെന്ത്? ഉത്പതനം. താഴെ പറയുന്ന അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏത്? FM 500. പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങളാണ് കേട്ടോ പറഞ്ഞു പോണേ. 70. ആധുനിക പ്രഥമ സൃഷ്ടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് എസ്. മാർക്കർ. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭാഗത്തെ വിളിക്കുന്ന പേരെന്ത്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രാഥമിക ശുശ്രൂഷ ഏത്? ടൂർണിക്കായ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്ത്? ഡ്രൂപ്പിംഗ്. മനുഷ്യന്റെ നിശ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര? 17%. AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ഹൃദയാഘാതം. പ്രഥമ ശുശ്രൂഷ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ ബ്രീത്ത് ഇൻ കരിക്കുലേഷൻ. സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭാഗം. ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം എ. 2000. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോട് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്ത്? ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. ശരിയായ പദം ഏത്? ഉത്തരം ബി. താഴെ കൊടുത്തിരിക്കുന്ന കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏത്? അശ്മകം. ചുവപ്പ് എന്നതിന് സമാനമായ പദം ഏത്? ലോഹിതം. താമസം എന്നതിൻ്റെ ജ്ഞാന അർത്ഥങ്ങളാണ് പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോഗുണം. എതിർലിംഗം എഴുതുക. വിധവ, വിദുരൻ. അജ്ഞാതന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? സമാന അർത്ഥം വരുന്ന പദേ. കാട്ടുകോഴിക്കുണ്ടോ? മകരം, സംക്രാന്തി. കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഒരുങ്ങുക, പിരിച്ചെഴുതുക, വെൺമണ്ണ, വെൾ പ്ലസ് മ. ഒറ്റപദം എഴുതുക, എളുപ്പത്തിൽ ചെയ്യാവുന്നത്, സുഖരം. 90ാമത്തത്. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായം, അധ്വാനം,
അധ്വാനം കൊണ്ടോ കഴിയുകയുള്ളൂ. കരകയറാൻ കഴിയുകയുള്ളൂ. ദരിദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടോ കരകയറാൻ കഴിയുകയുള്ളൂ. അടുത്തത് ഇംഗ്ലീഷാണ്. 91 ബി കോൾഡ് അറ്റ്. 92 ഡിഡ് ഇറ്റ് സ്മോക്ക്. 93 സി വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട്. 94 വോണ്ട് ഇറ്റ്. 95 ഫ്രം ഡ്യൂറിങ്. 96 ഫെമിസൈഡ്. 97 ഗൂസ്. 98 ഡി. 99 സി. 100 ബി. താങ്ക് യു.